രണ്ടാമത്തെ ദിവസത്തെ കളി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ലായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം നല്ല മഴയായിരുന്നു. ഇടവിട്ട് മഴ വീണ കാരണം ലഞ്ചിന് കഴിഞ്ഞ ശേഷമാണ് കളിക്കാറിങ്ങിയത്. അങ്ങനെ ദേവദത്ത് പടിക്കലും ഋഷഭ് പന്തുകൂടി കൂടി ബാറ്റിംഗ് തുടങ്ങി. ഒരു 8 ഓവർ കഴിഞ്ഞപ്പോഴേക്കും പന്ത് ഔട്ടായി. 39 റൺസ് എടുത്തോളൂ. അതിനുശേഷം ഓപ്പണിങ് പരിക്ക് പറ്റി കയറിപ്പോയ KR രാഹുൽ വന്നു. ഇന്നലത്തെ കളിയിൽ 77 റൺസിലെടുത്തോളൂ. അത് കഴിഞ്ഞ് പുള്ളിക്കും വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വിചാരിച്ചു പടിക്കലും രാഹുലോട് കൂടി നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചേ. ഒരു 5 റൺസ് എടുക്കുന്നതിനിടയ്ക്ക് 82 റൺസ് രാഹുൽ ഔട്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ജഡേജ വന്ന് പടിക്കലൊക്കെ കൂടി കളിച്ച് അപ്പോഴേക്കും ദേവദത്ത് പടിക്കൽ 150 അടിച്ചു. ശരിക്കും ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു സ്പിന്നേഴ്സിന് അനുകൂലമായിരുന്നു പിച്ച് പോകുന്നത്. അതുകൊണ്ട് അവരുടെ 2 മെയിൻ സ്പിന്നേഴ്സാണ് മൊത്തം ഓവറുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഈ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ അവരെനിക്ക് 35-38 ഓവർ വെച്ച് ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവദത്ത് പടിക്കൽ 167 റൺസിന് പുള്ളി ഔട്ടായി. പിന്നെ അങ്ങോട്ട് വന്നതിൽ ജുറൽ ഇറങ്ങി ഒരു 1 ഡേ സ്റ്റൈലിൽ ഒരു 51 റൺസ് എടുത്തു. മാനവ് സൂദർ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും കൊടുത്തു. പിന്നെ കാര്യമായിട്ട് ആർക്കൊന്നും വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രസീദ് കൃഷ്ണയും കുൽദീപ് യാദവും സിറാജൊക്കെ കൂടി തട്ടിയും മുട്ടിയും അങ്ങനെ 460-ന് 9 വിക്കറ്റ് പോയി ഇന്നത്തെ കളി കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ദിവസത്തിൽ ആദ്യത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ 172 റൺസാണ് കൂടുതൽ എടുത്തുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിക്കവാറും നേരത്തെ കൊണ്ട് ഡിക്ലെയർ ചെയ്ത് ഇന്ന് ശ്രീലങ്കനെ ബാറ്റിങ്ങിന് വിട്ടാനേ. ഇനി കുഴപ്പമില്ല, എന്തായാലും ഫസ്റ്റ് ഇന്നിങ്സിൽ മാന്യമായൊരു സ്കോറുണ്ട്. ഇനി നാളെ ബൗൾ ചെയ്യുമ്പോഴാണ് എന്താവുമെന്ന് നോക്കണേ ബൗളേഴ്സിൻ്റെ കാര്യത്തിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് പോയ കാരണം സ്പിന്നേഴ്സിന് അനുകൂലിക്കുന്ന പിച്ചായിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കണേ. നോക്കാം എന്തായാലും. എന്നാൽ പിന്നെ നാളത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്